നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 611 611. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 9-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 18. സ അഹം പ്രിയസ്യ സുഹൃദപരദേവതായ ലീലാകഥാസ്തവ നൃസിംഹവിരിഞ്ചഗീതാഃ അഞ്ജസ്ഥിതർമൃഗൃണൻ ഗുണവിപ്രമുക്തോ ദുർഗാനിതേ പദയുഗാലയ ഹംസസംഗ. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ നരസിംഹമൂർത്തേ, ആ ഞാൻ അരെ ഇവിടെ പറഞ്ഞ ഹേ നരസിംഹമൂർത്തേ, ഹിരണ്യകശിപുവിൻ്റെ മകനായിരിക്കുന്ന ഞാൻ ഹിതകാരിയും പ്രിയനും പരമേശ്വരനുമായ നിന്തിരുവടിയുടെ ബ്രഹ്മാവിനാൽ ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ലീലാകഥകളെ ക്രമത്തിൽ കീർത്തിക്കുന്നവനും അങ്ങയുടെ ചരണയുഗളമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയ ഹംസന്മാരുടെ സംഘത്തോടു കൂടിയവനും. നാരദരെ പോലുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നത് എന്നാണ് പറഞ്ഞത്. ഗുണങ്ങളാൽ തീരെ മോചിക്കപ്പെട്ടവനുമായിട്ട്, അതായത് ഗുണങ്ങളില്ല എന്നർത്ഥം. അതായത് ഏത് ഗുണങ്ങൾ? സാത്വിക ഗുണങ്ങളല്ല, പ്രകൃതി ഗുണങ്ങൾ. മോചിപ്പിക്കപ്പെട്ടവനുമായിട്ട് ദുർഗങ്ങളെ ആയാസം കൂടാതെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നേരിടുക. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭഗവാന്റെ കൈങ്കര്യരൂപം എന്ന് പറഞ്ഞാൽ സേവ എന്നർത്ഥം. സേവ. ഭക്തിയോഗത്തിൽ ഏർപ്പെട്ടാലും പ്രിയ അപ്രിയ വിയോഗ സംയോഗജന്യങ്ങളായ ദുഃഖാദികളും ദേഹേന്ദ്രിയാദികളിൽ അഹന്താമമതാരൂപാധ്യാസങ്ങളും അവിടെയും ബാധിക്കയില്ലയോ എന്നുള്ള ശങ്ക പരിഹരിക്കുന്നു. എന്നിട്ട് പറയണു, നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ ദാസ്യയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഞാൻ മറ്റു വിധത്തിൽ കടക്കുവാൻ സാധിക്കാതിരിക്കുന്ന സംസാരിക ക്ലേശാദികളെ പ്രയാസം കൂടാതെ കടന്നുകൊള്ളാം. എങ്ങനെയെന്നാൽ, ഹേ നൃസിംഹമൂർത്തേ, അങ്ങയുടെ കാരുണ്യം തന്നെ പ്രധാന സാധനം. എന്നിലുള്ള മഹാകാരുണ്യമല്ലയോ ഈ അവതാര സ്വരൂപം സ്വീകരിപ്പാനുള്ള പ്രധാന കാരണം? ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ട്, ഇത്രത്തോളം പരമ കൃപാലുവായ നിന്തിരുവടി ആത്മഭൂതനാകയാൽ, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്നത് കൊണ്ട് അതിപ്രിയനും ഹിതകാരിയും സർവേശ്വരനുമായതുകൊണ്ട് ബ്രഹ്മാദികളാൽ സർവദുഃഖഹരത്വേന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ലീലാവിശേഷങ്ങളെ നിരന്തരം ഗാനം ചെയ്യുകയും നിന്തിരുവടിയുടെ പാദയുഗളത്തിൽ തന്നെ എപ്പോഴും വസിക്കുന്ന പരമഹംസന്മാരോട് ചേരുകയും ചെയ്യാൻ ഇടവരുമ്പോൾ സുഖദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന സത്വാദി ഗുണങ്ങളുടെ മൂലകാരണമായ മായയുടെ ബാധയിൽ നിന്ന് ഞാൻ തീരെ മുക്തനായി വരും. ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. എന്നിട്ട്, അപ്പോൾ ക്ഷണികങ്ങളും തുച്ഛങ്ങളുമായ വിഷയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സുഖങ്ങളെയോ
ദുഃഖങ്ങളെയോ ഗണിക്കാതെ തന്നെ ഇരിപ്പാൻ ഞാൻ അനായാസേന ശക്തനായി വരും. ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താൽ ഭഗവത് ഭജനത്തിൽ രതിയും അതുനിമിത്തം പരമവിവേകികളായ പരമഹംസന്മാരോട് ചർച്ചയും അതുനിമിത്തം ഭഗവത് കഥാ കീർത്തന ശ്രവണാദികളിൽ അത്യാസക്തിയും അതുനിമിത്തം ഗുണവിമുക്തിയും, ഗുണങ്ങളിൽ നിന്ന് മേലെ പോണം, അതിനാൽ സംസാരക്ലേശ നിവൃത്തിയും പ്രയാസം കൂടാതെ സിദ്ധിക്കും. അതിനാൽ ഭക്തിയോഗം ശ്രേഷ്ഠം എന്നാണ് ഈ വാക്യത്തിൽ അടങ്ങിയ സാരം എന്ന് പറഞ്ഞു. ഇനി 19ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ബാലസ്യ ന ഇഹ ശരണം പിതരോ നൃസിംഹ. ഇവിടെ എനിക്ക് രക്ഷയില്ല എന്നാണ് പറഞ്ഞത്. ന അർത്ഥസ്യ ച അഗതമുദന്വതി മജ്ജതോ നൗ തപ്തസ്യ തത് പ്രതിവിധിർയ ഇഹാഞ്ച ശ്രേഷ്ഠസ്താവത് വിഭോ തനുഭൃതാം യദുപേക്ഷിതാനാം. അപ്പോൾ പറഞ്ഞു, ഹേ നരഹരേ സർവവ്യാപക. ഭഗവാൻ ആരാ? സർവജ്ഞനും സർവവ്യാപകനുമാണ്. തപിച്ചവന് താപപ്രതികാരം യാതൊന്ന്. തപിച്ചവന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധമാക്കിയവനെന്നർത്ഥം പറയും. സ്വർണം ശുദ്ധി ചെയ്താലാണ് തങ്കം ആയിട്ട് മാറുക, മനസ്സിലായില്ലേ? അപ്പോൾ താപപ്രതികാരം യാതൊന്ന് പെട്ടെന്ന് ഈ ലോകത്തിൽ ഇഷ്ടമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദേഹികൾക്ക്, അതായത് ശരീരം എടുത്തവർക്ക് അത്രമാത്രം തന്നെ ബാലന് പിതാക്കന്മാർ രക്ഷയല്ല. അതായത് ഇവിടെ ബാലനായിരിക്കുന്ന പ്രഹ്ലാദന് ഹിരണ്യകശിപുവായ അച്ഛൻ രക്ഷയില്ലാണ്ടായി അല്ലേ? അപ്പോൾ ആരാ രക്ഷ? ഭഗവാൻ നരസിംഹമൂർത്തി. അതുകൊണ്ടാണ് ഞാനൊരു 10 ദിവസം മുമ്പേ ഒരു പോസ്റ്റ് എഴുതി. അതായത് അച്ഛൻ ദുർമാർഗിയാണെങ്കിൽ മകൻ ഗൗരവമുള്ള ഒരു ഗുരുവിൻ്റെ ആദേശങ്ങളെ മാനിച്ച് ജീവിക്കണം. അപ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ പെട്ടെന്ന്, ഒരു മഹാൻ പെട്ടെന്ന് പറഞ്ഞു, എന്തായാലും അച്ഛൻ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നല്ലേ. അപ്പം പിന്നെ ഞാൻ അദ്ദേഹത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ സപ്തമസ്കന്ധം പ്രഹ്ലാദചരിതമാണ് പറയണത്. അപ്പോൾ ഞാൻ ഏത് പറയണു അതിൽ നിന്ന് ചില അനക്ഡോട്ട്സ് ഇടാറ് പതിവുണ്ട്. അപ്പോൾ ഞാൻ ആശയം മുഴുവൻ ക്ലിയർ ആക്കിയിട്ടില്ല. പക്ഷേ സ്ഥിരമായിട്ട് വായിക്കുന്നവർക്ക് അറിയും ഞാനിപ്പോൾ പറഞ്ഞത് പ്രഹ്ലാദൻ്റെ കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പിതാക്കന്മാർ രക്ഷയില്ല. രോഗപീഡിതന് ഔഷധവും സമുദ്രത്തിൽ മുങ്ങുന്നവന് കപ്പലും ശരണമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ശരണാവൂ. രോഗിക്ക് രോഗം മാറണമെങ്കിൽ മരുന്ന് ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രമായില്ല, ഈശ്വരാനുഗ്രഹം വേണം. അതേമാതിരി വെള്ളത്തിൽ മുങ്ങുന്നവന് തോണി ഉണ്ടായതുകൊണ്ട് ആയില്ല, അവന് ആയുസ്സുണ്ടായിരിക്കണം. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കണം എപ്പോൾ? കുട്ടിക്കാലത്ത്. എന്നാൽ ജീവിതം സമ്പന്നമായി. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. താപനിവൃത്തിക്ക് ഉചിതമായ പരിഹാരമാർഗത്തെ ആശ്രയിക്കയല്ലാതെ എൻ്റെ ദാസ്യത്തെ അംഗീകരിക്കുന്നത് കൊണ്ടെന്തു ഫലം എന്ന് ആക്ഷേപിക്കുവാൻ തരമില്ല. പ്രത്യക്ഷാനുഭവം തന്നെ അതിന് പ്രമാണം എന്ന് ഉറപ്പിക്കുന്നു. ഓരോ വിധത്തിൽ നേരിടുന്ന ക്ലേശങ്ങളെ കടക്കുവാൻ ലോകത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രതിവിധികൾ സകലവും അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷാസ്ഥാനങ്ങളായിട്ട് ഭവിക്കുമോ? ഇല്ല. ഭഗവാൻ തിരസ്കരിച്ചാൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒരു കാലത്തുമില്ല. ബാലന്മാർക്ക് അവരുടെ മാതാപിതാക്കന്മാരാണ് രക്ഷാസ്ഥാനം എന്ന് ലോകസമ്മതമാണല്ലോ. അവരാൽ എത്രയോ സ്നേഹപൂർവം പരിപാലിക്കപ്പെട്ടിരിക്കെ ലോകത്തിൽ എത്രയോ ബാലന്മാർ അകാല മരണത്തിൽ അകപ്പെടുവാനെന്തു കാരണം? അച്ഛനമ്മയും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിയിട്ട് കൂടി അകാല മരണം നടക്കണില്ലേ?
അപ്പോൾ ഈശ്വരാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങളുടെ ഫലമായിട്ടല്ലേ ഓരോന്നും വരുന്നത്? അതുപോലെ തന്നെ രോഗശമനത്തിന് പ്രതിവിധിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഔഷധാദികൾ ഉപയോഗിച്ചിരിക്കെ രോഗികൾ മരിക്കുന്നില്ലയോ? സമുദ്രത്തിൽ മുങ്ങുന്നവനെ രക്ഷിക്കാനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മഹാകപ്പലുകൾ രക്ഷാസ്ഥാനമാണെങ്കിൽ എത്രയോ ജനങ്ങൾ കപ്പലോടുകൂടി തന്നെ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതെങ്ങനെ? നിന്തിരുവടിയാൽ അവർ ഉപേക്ഷിക്കപ്പെട്ടത് തന്നെ ഇതിനെല്ലാം കാരണം. ഭഗവാൻ നിഷേധിച്ചാൽ പിന്നെ നമുക്കൊന്നും കിട്ടില്ല. ആ ഭഗവാൻ എവിടെ ഇരിക്കണത്? അവരവരുടെ എന്താ പറയുക, ശരീരത്തിൻ്റെ ഉള്ളിൽ, ചിത് ആകാശത്തിൽ, മനസ്സിൻ്റെ ഒരു ഭാഗത്തിൽ എന്നാണ് പറയണത്. അപ്പോൾ അതിനാൽ എല്ലാ സങ്കടങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും രക്ഷിപ്പാൻ സർവദാ സമർത്ഥമായിരിക്കുന്നത് നിന്തിരുവടിയുടെ കാരുണ്യം ഒന്ന് തന്നെ എന്നുറപ്പിക്കുവാനല്ലയോ സ്തംഭത്തിൽ നിന്നും അപൂർവമായ നൃസിംഹരൂപത്തെ പെട്ടെന്ന് അംഗീകരിച്ച് എന്നെ ഇപ്പോൾ നിന്തിരുവടി പരിപാലിച്ചത്? അതാണ് ശരി. എന്നിട്ട് ഏതു കാലത്തിലും ദേശത്തിലും വസ്തുവിലും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടിയുടെ കാരുണ്യം ഒന്നു മാത്രമാണ് അപായരഹിതമായ രക്ഷാസ്ഥാനം എന്ന് അനുഭവത്താൽ ഞാൻ ഉറച്ചുകൊള്ളുന്നു. അനുഭവം ഗുരു എന്ന് അവിടെ പറഞ്ഞത്. ഇനി 20ാമത്തെ ശ്ലോകം. യസ്മിൻ യദോ യർഹിയേന ജയസ്യ യസ്മാത് യസ്മൈ യഥാ യദുദയസ്ത്വപരപരോ വാ ഭാവകരോതി വികരോതി പൃഥക് സ്വഭാവ സഞ്ജോതിതസ്തദഖിലം ഭവതസ്വരൂപം. എന്താ അതിന് അർത്ഥം പറയാം? യാതൊന്നിൽ യാതൊന്നു ഹേതുവായിട്ട് ഏതു കാലത്തിൽ യാതൊന്നിനാൽ യാതൊരുവൻ്റെ യാതൊരുവനിൽ നിന്ന് യാതൊരുവനായിക്കൊണ്ട് യാതൊന്നിനെ യാതൊരുവിധം യാതൊരുവൻ നികൃഷ്ടമോ ഉത്കൃഷ്ടമോ ആയ ഭിന്നമായ സ്വരൂപത്തോടു കൂടിയ ഭാവം ഉണ്ടാക്കുകയോ വികാരപ്പെടുത്തുകയോ ചെയ്യുന്നുവോ അതു സകലവും നിന്തിരുവടിയുടെ സ്വരൂപമാകുന്നു. പ്ലസ് മൈനസ് വാട്ട് എവർ ഇറ്റ് ഈസ്. വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എന്താണ് പ്രസൻറ്റേഷൻ. യാതൊന്ന് 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. എന്നാൽ ചില ദിക്കിൽ ചില സമയത്തിൽ, ഈ ദിക്ക് എന്നുള്ളത് ശ്രദ്ധിക്കുക. ചില സമയത്തിൽ ചില സംഗതി വശാൽ മറ്റൊരുവനിൽ നിന്ന് ചിലർക്ക് രക്ഷ കിട്ടുന്നതായി കാണുന്നുവല്ലോ. അതെങ്ങനെ എന്നുള്ള ആകാംക്ഷയ്ക്ക് അങ്ങനെ കിട്ടുന്ന രക്ഷയും രക്ഷിക്കുന്ന പുരുഷനും വാസ്തവത്തിൽ അങ്ങയുടെ പ്രേരണ കൊണ്ട് വന്ന് രക്ഷിക്കുന്നതാകുന്നു. ഇതാണ് 100%. ഞാൻ ഇത് വളരെയധികം അനുഭവിച്ച ഒരാളാണ്. ഏത്? ഗത്യന്തരമില്ലാതെ കണ്ട് 5 കള്ളിയിലും മുട്ടിയിരിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവദൂത് പോലെ എൻ്റെ മുമ്പിൽ വന്ന് ശബ്ദം അയക്കണം. അശരീരി പറയണ കൂട്ടത്തിൽ ഞാൻ വേണ്ടത് ഏർപ്പാട് ചെയ്യാം, താൻ ധൈര്യമായിട്ട് ഇരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഈ വേദാന്തമാണ്. ഞാൻ ഇതിൻ്റെ ഹാർഡ് കോർ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഭക്തിയോഗത്തിൽ വേദാന്തത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ വഴിയില്ലാത്ത സമയത്ത് ഈശ്വരൻ പറഞ്ഞയച്ച ഒരാളെ പോലെ കാര്യങ്ങൾ നടത്തി തരുമ്പോൾ എനിക്ക് ഈ എന്താ പറയുക, പ്രഹ്ലാദൻ്റെ കഥയും ധ്രുവചരിതവും എന്നു വേണ്ട ഭാഗവതത്തിൽ ഏതേത് കഥകളുണ്ടോ അതൊക്കെ
എന്നെ പോലെ ഉള്ള ആൾക്കാരെ രക്ഷിക്കാനുള്ളതാണ് എന്നുള്ള ബോധം എന്നിൽ ഉടലെടുത്തു. അപ്പം ഞാൻ അത് കൂടുതൽ ഡിസ്ക്രീറ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഉടലെടുത്തത്. കാരണം എങ്ങനെയാണ് സഹജീവികളെ സേവ ചെയ്യുക? ഭഗവാൻ സഹജീവികളെ സേവ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഭാഗവതമാണ് ഒരു മാധ്യമം എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ പ്രേരണ കൊണ്ട് വന്ന് രക്ഷിക്കുന്നതാകുന്നു എന്നുള്ള അഭിപ്രായത്തോടു കൂടി ഭഗവാന്റെ സർവാത്മഭാവത്തെക്കുറിച്ച് പറയുന്നു. ഈ ലോകത്തിൽ കാണപ്പെടുന്ന മാതാവ്, പിതാവ് മുതലായവരോ ബ്രഹ്മാദിദേവന്മാരോ ആരായാലും വേണ്ടതില്ല. ആരാരെ കൊണ്ട് അവർ എന്തെന്തു ചെയ്യുകയോ ആയി കാണപ്പെടുന്നുവെങ്കിലും അത് സകലവും നിന്തിരുപടിയുടെ സ്വരൂപം തന്നെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഒരു കളക്ടർ ഓഫീസിൽ നിന്നൊരു കാര്യം നടക്കണമെങ്കിൽ ഒരു ക്ലർക്കോ പ്യൂണോ അല്ലെങ്കിൽ കളക്ടർ തന്നെയോ അല്ലെങ്കിൽ തഹസിൽദാറോ സഹായിച്ചാൽ അത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ കാശ് കൊടുത്തിട്ടാവരുത്. കാശ് കൊടുക്കാതെ കണ്ട് കാശ് കൊടുത്ത് ചെയ്യണത് മുട്ടാളത്തരം എന്ന് ഞാൻ പറയാം. അങ്ങനെ എത്ര ആൾക്കാർ കാര്യങ്ങൾ നിറവേറ്റുന്നവരുണ്ട്. അവരാണ് ഭാഗവത തത്വശാസ്ത്രങ്ങൾക്ക് ഭാഗവത ശാസ്ത്രങ്ങളുടെ എതിരാളികൾ, കുയോധികൾ, ബുദ്ധിയുള്ളവരല്ല അവർ ബ്രഹ്മശൈലി. അപ്പോൾ യാതൊരു അധികരണത്തിൽ യാതൊരുവനെ ഉദ്ദേശിച്ച് യാതൊരു ഉപകരണത്താൽ ഏതൊരു കാലത്തിൽ ഏതൊരു കാരണത്താൽ ഏതൊരുവനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് യാതൊരുവനിൽ നിന്ന് യാതൊരുവനായിക്കൊണ്ട് എന്തൊരിഷ്ടം ചെയ്യപ്പെടുന്നുവോ ആ കർത്താവും പ്രേരകനും അനുഭോക്താവും കാരണവും കരണവും കാലവും സർവവും നിന്തിരുവടിയുടെ സ്വരൂപം തന്നെ. ഒരുവന് മറ്റൊരുവൻ ചെയ്യുന്ന ഉപകാരവും അപകാരവും നിന്തിരുവടി ചെയ്യുന്ന രക്ഷയും ശിക്ഷയുമല്ലാതെ അങ്ങയെ കൂടാതെ അന്യമായിട്ടൊന്നുമില്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരു പദപ്രയോഗം ഉണ്ടായി, ഉപകാരവും അപകാരവും എന്ന്. അപ്പം ഞാനിപ്പോൾ കുറച്ച് മുമ്പേ എനിക്ക് ഉപകാരം ചെയ്തൊരു മാന്യ വ്യക്തിയെ പറ്റി പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ വേറൊരു ദുർഘട നിമിത്തത്തിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഇൻട്രസ്റ്റ്. അത് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. എൻ്റെ ബുദ്ധി സ്ഥിതപ്രജ്ഞ എന്നുള്ള എന്താ പറയുക എന്നുള്ള രീതിയിൽ ശോഭനമായിട്ട് വേരൂന്നിയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ അവർ ചിലപ്പോൾ കടുങ്കൈ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ്. കാരണം മനുഷ്യന് ബുദ്ധി ഉറയ്ക്കാത്തത് കൊണ്ടാണ് എന്തുണ്ടാവണത്, യുഗോ കോംപ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് എൻ്റെ യുഗോ അഹങ്കാരം അല്ലെങ്കിൽ എൻ്റെ ദുരഭിമാനം മൊട്ടിട്ട് വളരാൻ പറ്റിയൊരു സന്ദർഭം എനിക്ക് ഭഗവാൻ തന്നു. എന്തിനു വേണ്ടി? ഞാൻ മുട്ടാളത്തരം ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അത്രേ പറയുള്ളൂ. ഞാൻ മുട്ടാളത്തരമൊന്നും ചെയ്തില്ല. എന്ത് തന്നെ അവജ്ഞയാണെങ്കിലും ശിരസ വഹിച്ചു. അപ്പോൾ ഞാൻ നാരായണ 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 എന്ന് ജപിച്ചിരുന്നു. ആ നാരായണൻ അന്ന് അങ്ങനെ ചെയ്തത് ഇന്ന് ഇങ്ങനെ ഭാഗവതം പറഞ്ഞ് രസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ അങ്ങനെ മനസ്സിലാക്കണത്. ഈ ഇൻസിഡൻറ്റ് സംതിങ് ലൈക്ക് എന്താണെന്നാ പറയുക 2006 സംതിങ് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? വളരെ ഓർമ്മിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം രണ്ടും ഉപകാരവും അപകാരവും ഭഗവാൻ എനിക്ക് തന്ന് ഉപകാരം ചെയ്തപ്പോൾ
അതാണ് എൻ്റെ മനസ്സിലുണ്ടായത്. എന്തുകൊണ്ട് ഭഗവാൻ എനിക്ക് ആദ്യം ഉപകാരം ചെയ്തു? അപ്പോൾ എന്നിൽ വാത്സല്യമുണ്ട് ഭഗവാൻ. എന്നാൽ പിന്നെ എന്തുകൊണ്ടൊരു അപകാരം ചെയ്തു? എന്നെ ഒന്നും കൂടി സ്ഫുടം ചെയ്തെടുക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, അനുഭവം ഗുരു, അനുഭവം ഗുരു, അനുഭവം ഗുരു. അപ്പം വ്യക്തി ജീവിതത്തിൽ അനുഭവ സമ്പാദനം, ഓരോ ദിവസത്തെയും ദുർഘടങ്ങളെ തരണം ചെയ്യാൻ ഈശ്വരൻ്റെ സഹായം എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സർവജ്ഞനും സർവവ്യാപിയുമായിരിക്കുന്ന പരമാത്മാവിന് നമ്മൾ ദുഃഖിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ഉള്ള കർമ്മ കുശലതയുടെ പോരായ്മ ആയിരിക്കും അത്. അപ്പം മേലിൽ അങ്ങനത്തെ കുശലതയുടെ അഭാവം വരാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, അങ്ങനെ അങ്ങയെ കൂടാതെ അന്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വരപ്രസാദവും അല്ലെങ്കിൽ ശാപവും ഒക്കെ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ സ്വീകരിക്കാൻ പിടിക്കുക, ദുഃഖിക്കാതെയിട്ടിരിക്കുക. എന്നെ ബാധിക്കണതല്ല, ഞാൻ ഈശ്വരൻ്റെ കയ്യിൽ ഒരു ചട്ടുകം മാത്രം. ഈ ചട്ടുകം എന്തിനാ? കരിയാതെ കണ്ടിരിക്കാൻ, ഇളക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചട്ടുകം, അല്ലേ? അപ്പോൾ ഏത് പാത്രത്തിൽ ഏത് സാധനമാണ് എന്നുള്ളത് ചട്ടുകത്തിന് അറിയോ? ഇല്ല. അപ്പോൾ വരുംവരായകളെ പറ്റി നമ്മൾ ബോധവാന്മാരാവണ്ട. ഈശ്വരൻ്റെ കയ്യിലുള്ള ചട്ടുകല്ലേ, ഈശ്വരൻ അത് വേണ്ട പോലെ ഉപയോഗിക്കും നമ്മളെ എന്ന് വിചാരിച്ചാൽ മതി. ഇനി നമ്മൾക്ക് 21-ാമത്തെ ശ്ലോകം. മായാ മനസ്സു സൃജതി കർമ്മമയം ബലീയ കാലേന ചോദിത ഗുണാനുമതേന പുംസാ ചന്ദോമയം യദജയാർപ്പിത ഷോഡശാരം സംസാരചക്രമജകോ അതിതരേൽ ത്വധന്യാം. അതായത് പുരുഷൻ്റെ അനുഗ്രഹരൂപമായ കാലത്താൽ ക്ഷോഭിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയ അങ്ങയുടെ ശക്തി കർമ്മസ്വരൂപവും ഏറ്റവും ബലത്തോടുകൂടിയതും വേദോക്ത കർമ്മപ്രധാനവുമായ മനസ്സിനെ സൃഷ്ടിക്കുന്നു. വേദോക്ത കർമ്മപ്രധാനവുമായ ഈ മനസ്സെന്തിനുള്ളതാ? വേദോക്തമായ കർമ്മങ്ങൾ ചെയ്യാനുള്ളതാ. അല്ലാതെ കണ്ട് കുൽസിത മാർഗത്തിൽ ജീവിതം അധപ്പതിപ്പിക്കാനുള്ളതല്ല ഈ മനസ്സ്. മനസ്സ് ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനസ്സിനെ സൃഷ്ടിക്കുന്നു. അവിദ്യയാൽ സമർപ്പിക്കപ്പെട്ട് 16 ആരങ്ങളോടുകൂടിയ യാതൊരു സംസാര ചക്രത്തെ ജന്മാതിഹീനനായുള്ളോവേ. ഭഗവാൻ ആരാ? ജന്മാതിഹീനനായുള്ളോവേ. ജനിക്കണമില്ല, മരിക്കണമില്ല, എവർ ലാസ്റ്റിംഗ് എന്നാണ്, എവർ എക്സിസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ അങ്ങയിൽ നിന്ന് അന്യനായ ഏതൊരുവൻ അതിക്രമിക്കും? ആർക്കും അതിക്രമിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാവാർത്ഥം, സംസാരബാധയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന അന്യനില്ലാത്തത് കൊണ്ട് ഭഗവാനെ പോലെ വേറൊരാളില്ലല്ലോ. ദർശന കമ്പാരിസൺ. അപ്പോൾ നിത്യമുക്തനായ നിന്തുരുവടി തന്നെ എന്നെ രക്ഷിക്കണമെന്ന് 2 പദ്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മൾ മലയാളത്തിൽ പണ്ട് പറയും, അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. അതൊരു പോസിറ്റീവ് അപ്രോച്ച് അല്ല, അതൊരു നെഗറ്റിവിറ്റി റിസൾട്ട് പറയാനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പുരുഷൻ്റെ വീട്ടിൽ ധനമുണ്ടെന്ന് വിചാരിച്ച് ഒരു സ്ത്രീ പുരുഷനെ സ്വീകരിക്കരുത്. വധുവിൻ്റെ വീട്ടിൽ പണമുണ്ടെന്ന് വിചാരിച്ച ഒരു പുരുഷൻ വധുവിനെയും സ്വീകരിക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പറയണു, എന്നിൽ ഭക്തി വളർത്തണം എന്ന് വിചാരിക്കുന്നവൻ്റെ സമ്പത്തിനെ ഞാൻ ആദ്യം അപഹരിക്കും. എന്നിട്ട് ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ മാറ്റും. അങ്ങനെ സമൂഹത്തിലുള്ള എല്ലാ കോണുകളിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായം കിട്ടാതെ കണ്ട്
പരക്കം പാഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കും. പിന്നെ ഒരിക്കലും അവൻ അങ്ങനത്തെ ഒരു ദുർദശ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എനിക്ക് സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലിയിട്ട് പറയാൻ അറിയില്ല, എനിക്കതിൽ ആവശ്യമില്ല. കാരണം എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഇട്ട സ്റ്റേജിൻ്റെ പേര് കേരള ഭാഷോപാസന എന്ന് പറഞ്ഞാൽ മലയാളം. അത് പൂന്താനും തുഞ്ചത്ത് എഴുത്തച്ഛനും ജ്ഞാനപ്പാനയിലും ഹരിനാമ കീർത്തനത്തിലും പറയുന്നുണ്ടേ. അപ്പോൾ പണമല്ല ആവശ്യം, പിന്നെയോ അറിവാണ് ആവശ്യം. അപ്പോൾ ചിലവർ ചോദിക്കും, അറിവുകൊണ്ട് മാത്രമല്ല കാര്യമുണ്ടോ? ഉണ്ട്. അവന് ദാരിദ്ര്യമില്ല. ശരിയായ ദാരിദ്ര്യം ഏതാ? ശരിയായ ദാരിദ്ര്യം ആശയങ്ങൾ വിനിമയം ചെയ്യാൻ സാധിക്കാതെ കൊണ്ടിരിക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കതില്ല. അപ്പം ഞാൻ ആരാ? സമ്പന്നനാണ്. എന്തുകൊണ്ട്? വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്പോൾ ഈ വിദ്യാധനം എന്നുള്ളത് നോട്ട് ഇൻ ദി നെയിം ഓഫ് സർട്ടിഫിക്കറ്റ്സ്, MBBS MD എൻജിനീയറോ അല്ല. പിന്നെയോ എങ്ങനെ സമൂഹത്തിലുള്ളവർക്ക് നമ്മുടെ വാക്കാൽ, ശരീരത്താൽ, മനസ്സാൽ ഉപകാരം ചെയ്യാൻ പറ്റും, അതാണ് അറിയേണ്ടത്. അവരൊക്കെ ധനവാന്മാരാണ്. അപ്പം ഇവിടെ എന്താ പറയാൻ കാരണം? നിന്തിരുവടിയുടെ അംശഭൂതനായ പുരുഷന്റെ കടാക്ഷരൂപമായ അനുഗ്രഹത്താൽ പ്രഥമ പ്രബുദ്ധനായ കാലശക്തിയുടെ പ്രേരണ നിമിത്തം, കാലശക്തി, കാലപുരുഷൻ, കാലാഹി എന്നൊക്കെ പറയും. അപ്പോൾ പ്രേരണ നിമിത്തം സത്വാദി ഗുണങ്ങളുടെ ക്ഷോഭത്തോടുകൂടിയ മായാശക്തി മനപ്രധാനമായിരിക്കുന്ന ലിംഗശരീരത്തെ സൃഷ്ടിക്കുന്നു. പുണ്യപാപകർമ്മങ്ങളുടെ ഫലരൂപമായിട്ടിരിക്കുന്ന പുണ്യപാപകർമ്മങ്ങളുടെ ഫലരൂപമായിരിക്കുന്ന മനസ്സാകട്ടെ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ അതിശക്തി നിമിത്തം ആർക്കും കീഴടങ്ങുവാൻ കഴിയാത്തതുമായിരിക്കുന്നു. വേദത്തിൽ വിധിച്ചതോ നിഷേധിച്ചതോ ആയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത് മനസ്സിൻ്റെ സ്വഭാവമാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സ് ഒന്നില്ലെങ്കിൽ വേദോക്തമായ കാര്യങ്ങളിൽ രമിക്കും, ഇല്ലെങ്കിൽ അതായത് ഒന്നില്ലെങ്കിൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടി ശ്രമിക്കും, ഇല്ലെങ്കിൽ നെഗറ്റിവിറ്റിക്ക് വേണ്ടി ശ്രമിക്കും. ഒന്നില്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ യുക്തിക്ക് വേണ്ടിയിട്ടാവും. അതായത് അവിടെ ഞാൻ യുക്തി എന്ന് പറയുന്നത് ഭക്തി ഇല്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിനാൽ 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും കൂടി 16, അതായത് 11 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും, അങ്ങനെ 11. പിന്നെ 5 ഭൂതങ്ങളും, പഞ്ചഭൂതങ്ങളും കൂടി 16 ഭാവങ്ങളാകുന്ന ആരക്കാലുകളെ ആശ്രയിച്ച് ചുറ്റിത്തിരിയുന്ന സംസാരചക്രമെന്ന് പറയപ്പെടുന്നതിൻ്റെ സ്വരൂപം തന്നെയാകുന്നു മനസ്സ്. അതാണ് മനസ്സ് കറങ്ങുക. തല കറങ്ങിയാൽ കുഴപ്പമില്ല, കണ്ണടച്ച് ചെരിഞ്ഞ് കിടന്നാൽ മതി, മറന്നു കിടക്കരുത്. തല തിരിയുമ്പം മറന്നു കിടക്കരുത്. എല്ലാം കൂടി ഇടിഞ്ഞ് തൻ്റെ മണ്ടയിലേക്ക് വീടുന്ന് തോന്നും നമുക്ക്. അപ്പം മനസ്സ് ചുറ്റിത്തിരിയുന്നത്, അതാണ് സർക്യൂട്ട് എന്ന് പറയും. ഇംഗ്ലീഷിൽ സർക്യൂട്ട്, ഒരാളെ നോക്കിയിട്ട് സർക്യൂട്ട് ബ്രേക്കാണോ ചോദിച്ചാൽ പിരി അയവാണോ എന്നർത്ഥമായി. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിന്തിരുവടിയെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന പരമഭക്തനു മാത്രമല്ലാതെ അന്യന് ആ മനസ്സിനെ അതിക്രമിക്കുവാൻ കഴിയുകയില്ല. ഒരാൾക്കും ഇന്ദ്രജാലം മഹേന്ദ്രജാലം ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, നിന്തിരുവടിയെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന പരമഭക്തനു മാത്രമല്ലാതെ അന്യന് ആ മനസ്സ് അതിക്രമിക്കാൻ കഴിയില്ല. പരമഭക്തന്മാർക്ക് മനസ്സിനെ കീഴടക്കാൻ സാധിക്കും. എങ്ങനെ? ഈ വേവലാതി തരുന്ന മനസ്സിനെ ഭഗവത് പാതാരവിന്ദത്തിൽ വെച്ച് തലകൊണ്ട് ഇടിച്ച് ആണിടിച്ച് കയറ്റി ഇരിക്കുക. പറഞ്ഞു പ്രശ്നമുണ്ടോ? ഈ നമസ്കരിക്കാതെ പറഞ്ഞാൽ ആണിയടിക്കലാണ്.
അപ്പോൾ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിൻ്റെ സ്വഭാവമാകയാൽ കർമ്മഫലഭൂതമായ ലിംഗശരീരം നശിക്കാതെ തന്നെ ഇരിക്കും. അപ്പം ലിംഗശരീരം ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. ശരിക്കും വേണ്ടത് എന്താ? ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ എവിടെയും പറയണില്ല. ശരിക്കും എല്ലാവരും പറയും വേദാന്തം 11ാമത്തെ അധ്യായത്തെ സ്കന്ധത്തിലാണ്. വേണ്ട, ഈ സപ്തമ സ്കന്ധത്തിൽ ഈ ഒരു 43 ശ്ലോകം ആരുടെ? പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്ന 43 ശ്ലോകങ്ങൾ നിങ്ങൾ പഠിക്കണ്ട, വാക്കാർത്ഥം പഠിക്കണ്ട. അതിൻ്റെ ഭാവാർത്ഥം ഒരു 11 പ്രാവശ്യം പഠിക്കാം. സേവാവാൻ പറ്റും. പ്രൊവൈഡ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ കമുത്തി വെച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ച കൂട്ടത്തിലാവും. അപ്പം ഇവിടെ ലിംഗശരീരം നശിക്കാതെ തന്നെ ഇരിക്കും. നിന്തിരുവടിയെ സർവാത്മന ആശ്രയിക്കുന്നവരെ കുറിച്ച് അങ്ങയുടെ കാരുണ്യമുണ്ടാകുമ്പോൾ കർമ്മകാരണമായിരിക്കുന്ന അവിദ്യ നശിക്കുകയും, കർമ്മം ചെയ്യാനുള്ള പ്രോത്സാഹനം അവിദ്യയാണ്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അപ്പോൾ മനസ്സിൻ്റെ കർമ്മഭ്രാന്തി നിൽക്കുകയും ചെയ്യുന്നതോടെ സംസാരചക്രത്തിൻ്റെ ഭ്രമണവും നിലയ്ക്കുമെന്ന് സാരം. അവിടെ നിർത്താം. അത് ഏറ്റവും വലിയ ഒരു സയൻറ്റിഫിക്കലി റീസണിങ് ആണ് ഇതൊക്കെ. അത് മനസ്സിലാക്കാൻ സാധിക്കാണ്ട് പോകുന്നത് ഒരു പരാജയം എന്നല്ലാതെ ഒന്നും പറയാനില്ല എനിക്ക് പ്രൊഫഷയിലെ. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും നാം ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്താസിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.